ഒരു രാഷ്ട്രീയ വൈരാഗ്യ ബുദ്ധിയോട് കൂടിയിട്ട് ഈ ആ രീതിയിലാണ് ഇ ഡി പെരുമാറുന്നത് എന്ന് പറയുന്നതിൽ എന്താണ് അതിൽ യുക്തി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇനി അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഒരു ഇലക്ഷനും ഇല്ല. ഇനി 2025 അവസാനം നമുക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട്, 26 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത് എനിക്കറിയില്ല. അനിൽകുമാർ ഈ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇത് എന്നൊക്കെ പറയുന്നത് എന്തർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത്? ആളുകളെ മണ്ടന്മാരാക്കുകയാണ്. കേരളത്തിലെ ആളുകളെ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞ് ആളുകളെ മുഴുവൻ എതിരാക്കി തോറ്റു തുന്നമ്പാടി ഇപ്പോൾ ഒരു സീറ്റ് ജയിച്ചാലായി എന്ന നിലയിലെത്തി. ഇപ്പോൾ അനിൽകുമാർ, താങ്കളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏതാണ്ട് 100 കോടി രൂപയുടെ പ്രോപ്പർട്ടി ഫ്രീസ് ചെയ്തിട്ടുണ്ട് ഇ ഡി. ഏതെങ്കിലും ഒരാൾ കോടതിയിൽ പോയി ഇത് ചാലഞ്ച് ചെയ്തിട്ടുണ്ടോ? ഇനി താങ്കൾ പറയുന്നു ഇവിടെ യാതൊരു വിധത്തിലുള്ള തട്ടിപ്പും പാർട്ടി നടത്തിയിട്ടില്ല എന്ന് താങ്കൾ പറയുന്നു. എന്തുകൊണ്ട് നിക്ഷേപകർക്ക് ഈ പണം കൊടുക്കുന്നില്ല? വളരെ സിമ്പിളായിട്ട് താങ്കളൊന്ന് ഉത്തരം പറയണം. അവിടെ ഒരു തട്ടിപ്പും നടത്തിയിട്ടില്ലെങ്കിൽ നിക്ഷേപകർക്ക് എന്തുകൊണ്ട് പണം കൊടുക്കുന്നില്ല? നമ്മൾ കണ്ടതല്ലേ, എത്ര രോഗികൾ, എത്ര ഈ പറയുന്ന കുടുംബങ്ങൾ പൈസ കിട്ടാതെ ബുദ്ധിമുട്ടിയ സമയത്ത് നിങ്ങൾ അവരെയൊക്കെ കളിയാക്കുകയില്ലേ? ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടമാണ് എന്ന് പറഞ്ഞ് ഈ പാവപ്പെട്ട നിക്ഷേപകരെ ദിവസം 100 രൂപയും 50 രൂപയും വെച്ച് അടയ്ക്കുന്ന താങ്കൾ പറഞ്ഞ ഈ കർഷക കുടുംബങ്ങൾ, ദൈനംദിന ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ഇവരെയൊക്കെ കളിയാക്കുകയല്ലേ താങ്കൾ പറയുന്നത് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം എന്ന് പറഞ്ഞിട്ട്? ഇപ്പോൾ അനൂപ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, കോൺഗ്രസിൻ്റെ എൻ്റെ സുഹൃത്തെ ആ സ്ക്രോളിംഗ് വരുന്നതൊന്ന് വായിക്കൂ. ഇന്ന് ചെമ്പഴന്തിയിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരു നിക്ഷേപകൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എന്നിട്ട് താങ്കൾ ഇവിടെ വന്ന് പറയുന്നു മാർക്സിസ്റ്റ് പാർട്ടിയും BJP തമ്മിൽ ഡീലാണെന്ന്. എന്ത് ഡീല്? മാർക്സിസ്റ്റ് പാർട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു, 16 FIR ഇട്ടു, അത് ഇ ഡി ഏറ്റെടുത്തു, ഇ ഡി അന്വേഷിക്കുന്നു. ഇ ഡി ശരിയായ വിധത്തിൽ അന്വേഷിക്കുന്നു എന്ന് മാത്രമല്ല, രാഷ്ട്രീയ പ്രേരിതമായി അതിൽ യാതൊരു സംഗതിയും ഇല്ല എന്ന ഏറ്റവും വലിയ തെളിവാണ് എലക്ഷന് മുമ്പ് യാതൊരു വിധത്തിലുള്ള സംഗതിയും ഇ ഡി ചെയ്തില്ല. എലക്ഷൻ റിസൾട്ട് വന്ന് 1 മാസം കഴിഞ്ഞിട്ടാണ് പറയുന്നത് CPM-നെ പ്രതിയാക്കാനുള്ള തെളിവുകൾ ഈ കേസിലുണ്ട്. ഇതിൻ്റെ പൈസ CPM കൈപ്പറ്റിയിരിക്കുന്നു. ഇതിൻ്റെ പൈസ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി കൈപ്പറ്റിയിരിക്കുന്നു. എന്താ ജോലി? CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിക്ക് എന്തായിരുന്നു ജോലി? ഒന്ന് പറയണം, ബഹുമാനപ്പെട്ട അനിൽകുമാർ പറയണം. പാർട്ടി കൊടുക്കുന്ന ഒരു ചെറിയൊരു ഓണറേറിയം അല്ലാതെ അദ്ദേഹത്തിന് എന്താണ് വരുമാന മാർഗം? മൊത്തത്തിൽ ഫ്രീസ് ചെയ്തിരിക്കുന്ന സ്വത്തുക്കൾ ഞാൻ മനസ്സിലാക്കുന്നു ഏതാണ്ട് 29 കോടി രൂപ ഫ്രീസ് ചെയ്തിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. എവിടുന്നാണ് ഈ പണമെല്ലാം? അപ്പോൾ താങ്കൾ ഈ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പാർട്ടിയാണ്, കർഷകരുടെ പാർട്ടിയാണ് എന്നെല്ലാം പറയും. ഇത്രയും പാർട്ടി ഈ ലോകത്തുണ്ട്.